വാസുവേട്ടൻ എതിർക്കാൻ തന്നെ ഭാവമെന്ന് വക്കേശാൻ പറഞ്ഞു. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാം, ഞാൻ എന്ത് ദ്രോഹ വാസുവേട്ട ചെയ്തത്? ഉഷയ്ക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കവളെ. പിന്നെ വാസുവേട്ടനിതിലെന്താ? നിന്നെപ്പോലെ ഒരുത്തന്നോട് അവളെ പറഞ്ഞയക്കാൻ മനസ്സിലാഞ്ഞു, അത്ര തന്നെ. വാസുവേട്ട, അതേടാ, ആരും കെട്ടാണ്ട് മൂത്ത് നിറച്ച് വീട്ടിലിരുന്നാലും നിന്റെ കൂടെ അവളെ അയക്കാൻ പോണില്ല. അത് ഉഷൂടെ തീരുമാനിക്കണം. നോക്കൂ വാസുവേട്ട, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നുമില്ലേലും കുറെ കാലം നമ്മൾ വെച്ച് നടന്നതല്ലേ. എതിർക്കെന്തെങ്കിലും എതിർത്തോ? എതിർത്താൽ ക്ഷമിച്ചു കൊണ്ടുവരും. അതിര് ജീവിച്ച ഓർത്തിട്ടാ. കുടുംബം കലക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. അതുകൊള്ളാം. എന്നിട്ട് അത് മുഴുവൻ ഒറ്റയ്ക്ക് അടിച്ചു തീർത്തോ? അത് തീർന്നു കഴിഞ്ഞപ്പോഴേ അറിഞ്ഞത്.
ഒന്ന് അറിയിച്ചേച്ച് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കായിരുന്നു. ഓ അത് സാരല്ല. ഇരിക്ക കുട്ടികളെ. വേണ്ടമ്മേ, ഇവിടെ നിന്നോളാം. അപ്പൊ എന്താന്ന് വെച്ചാ, എനിക്കൊരു ഒറ്റ മോനാ രാമൻകുട്ടി. അവന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാ അതെന്റെയും കൂടി ഒരു ആഗ്രഹമാണ്. ഇനി ഇപ്പൊ ആരോടും ആലോചിക്കാനും വിസ്തരിക്കാനും നിൽക്കണ്ട. വാസുവും കൂടി വന്നിട്ട് നല്ലൊരു മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാ നോക്കുക തന്നെ. എന്താ ഗീതേ? എന്റെ കൊച്ചിന്റെ ഭാഗ്യം എല്ലാം അമ്മ തീരുമാനിച്ചാ മതി. വന്നല്ലോ. ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. അങ്ങോട്ടിരുന്നേ, കാപ്പൊടിച്ചോണ്ട് സംസാരിക്കാമല്ലോ. ഉഷയുടെയും രാമൻകുട്ടിയുടെയും കാര്യം പറയായിരുന്നു. വാസുവിനെ എല്ലാം അറിയാമല്ലോ. വാസുവിന്റെയും കൂടെ സൗകര്യം നോക്കിയിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം എപ്പോഴാന്ന് വെച്ചാ നിശ്ചയിക്കുക തന്നെ. എന്താ? ആരെയൊക്കെ വിളിക്കാൻ കിടക്കുന്നു, എന്തൊക്കെ ഒരുക്കാൻ കിടക്കുന്നു. എന്റെ ഗുരുവായൂരപ്പ, എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഈ ഒന്നല്ലേ ഉള്ളൂ. ഒന്നിനും ഒരു കുറവും വേണ്ട. അമ്പലത്തിൽ വെച്ച് കല്യാണം, സത്രത്തിൽ വെച്ച് സദ്യ. പരമേശ്വരൻ നായരെ ദേഹണ്ണക്കാരി അങ്ങോട്ട് ഏൽപ്പിച്ചാ പിന്നെ ആ ഭാഗത്തേക്ക് കടക്കണ്ട. ഇനിയിപ്പൊ തുണി എടുക്കാൻ പോണം, പണ്ടം എടുക്കാൻ പോണം. എല്ലാറ്റിനും കൂടി ഞാൻ ഒരുത്തിയല്ലേ ഉള്ളൂ. അവനെ ഏൽപ്പിക്കാമെന്ന് വെച്ചാ ഒന്നും ഒരു തുമ്പും പാലും ആവൂല. പോരാത്തതിന് അവന്റെ ഒരു കാര്യത്തിന് അവനെ തന്നെ ഓടിക്കാന്ന് വെച്ചാ അതും ശരിയല്ലല്ലോ. വാസു ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ വാസുവിന്റെ അഭിപ്രായം? അത് ശരിയാവില്ല. ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അത്ര തന്നെ. മേലാളി ബന്ധത്തിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. അവനെ ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ. അമ്മയുടെ മാനം കളഞ്ഞു കുളിച്ചില്ലേ നീ? നിന്റെ അച്ഛൻ പോലും എന്റെ മുഖത്ത് നോക്കി ഉറക്കി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നിന്റെ വാക്കും കേട്ടിറങ്ങി പുറപ്പെട്ട എന്നെ വേണം പറയാൻ, അല്ലാണ്ട് പിന്നെ. അതിനിപ്പോ എന്താ ഉണ്ടായേ? എന്താ ഉണ്ടാവേണ്ടത്? ആ വാസു എന്റെ മുഖത്ത് നോക്കി ഇറങ്ങി പൊക്കൊള്ളാൻ പറഞ്ഞു. നിനക്ക് അവളെ തരാൻ അവന് മനസ്സില്ലെന്ന്. എന്താ പതിയോ? ഇതും കേട്ടിട്ട് മിഴിച്ചിങ്ങനെ നിൽക്കാ നീ? എന്റെ ഗുരുവായൂരപ്പ, ഇതെന്റെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. പോയി വിളിച്ചറിയുണ്ടോ ആടാ അവളെ? പിന്നാലെ മണപ്പിച്ചോണ്ട് നടന്നാ പോരാ, വിളിച്ചിറക്കി കൊണ്ടുവരാനും വേണം ഒരു മിടുക്ക്. ആണുങ്ങളോടെ കളിച്ചാ എങ്ങനെ ഇരിക്കുന്ന അവനൊന്ന് അറിയട്ടെ. ഉഷേ, ഉഷയെ വിളിച്ചോണ്ട് പോകാനാ ഞാൻ വന്നത്. ഒളിച്ചും തുടങ്ങിയൊന്നുമല്ല, എല്ലാരും അറിഞ്ഞോണ്ട് തന്നെ. അനുവാദം തരാൻ അവകാശമുള്ള ഗീതച്ചോട് ചോദിച്ചിട്ട് തന്നെ. അകത്തു പോ, അവിടെ നിൽക്ക്, അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. കുറെ നാളായി ഞാനിത് സഹിക്കുന്നു. നിങ്ങളെ ഓർത്തല്ല, ഒന്നും അറിയാത്ത പാവം എന്റെ ചേച്ചി ഓർത്ത്. ചേച്ചിക്കറിയില്ല, ഇവിടെ വന്നു കയറി അന്ന് മുതൽ ഞാൻ തീ തിന്നുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ കൊണ്ട് സഹികത്ത് ഉഷ ഇവിടെ ഓടിപ്പോകാൻ വരെ തുണിഞ്ഞതാ. ഗീതച്ചയെ ഓർത്ത്, ഗീതച്ചയെ മാത്രം ഓർത്ത് ഇത്രയും കാലം ഞങ്ങൾ ഒളിക്കുകയായിരുന്നു.
ഇയാളുടെ മനസ്സിലിപ്പ് പണ്ടേ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഭാര്യ അനിയത്തിയും ഒരുപോലാണെന്ന്. ആ ഒരൊറ്റ ഉദ്ദേശമുള്ളതുകൊണ്ടാ ഇയാൾക്ക് ഇത്ര എതിർപ്പ്. എന്റെ ദൈവമേ, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി, എന്താ ഇത്? ഗീതജി,